ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാത്തിനും നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കിലൂടെ, ഷെയറിലൂടെ, കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കൈപ്പൊക്കെ വെച്ച് നമുക്കൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം കേട്ടോ. തീരെ കയ്പില്ലാത്ത നല്ല അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ കേട്ടോ. അതിനായി കൈപ്പൊക്കെ ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് സ്വർക്ക ഇട്ടിട്ട് നന്നായി തിരുമ്മിയിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുക കേട്ടോ. ഇതൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. എന്നാൽ അതിലേക്ക് ഉപ്പും മുളകും ഈ സ്വർക്കയുടെ പുളിയൊക്കെ ചേർന്നിട്ട് നല്ല പൊരിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ സാമ്പാർ പരിപ്പില്ല, അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഇവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അതിൻ്റെ ഒക്കെ ഒരു കളറും മണമൊക്കെ മാറി വരുമ്പോൾ എരിവിനനുസരിച്ചൊരു 6 7 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണക്കമുളകിൻ്റെ എണ്ണൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യും. ഇതൊക്കെ ഒന്ന് നന്നായി വറവായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകിയത് ചേർത്തിട്ട് നന്നായി ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഇപ്പൊ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അതിലേക്ക് ഇനി ഒരു 6 7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. എന്നാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി കായം ഇടുന്നുണ്ടെങ്കിൽ കായത്തിന്റെ പൊടിയാണെങ്കിൽ ഇപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വലിയ കഷ്ണമാണെങ്കിൽ മുളകും മല്ലിയൊക്കെ വറക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ കായം പൊടി ഇട്ട് കൊടുക്കുന്നത് ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ, ക്യാമറയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിനു ശേഷം തീ ഓഫ് ചെയ്യുക. ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് കൈപ്പക്ക പൊരിച്ചെടുക്കാം കേട്ടോ. അതിനായി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ കൈപ്പൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് നോക്കുമ്പോൾ നമുക്ക് അതിൽ വെള്ളം ഊറി വന്നിട്ടുണ്ടാവും. അതൊന്ന് കൈ കൊണ്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് ഈ എണ്ണ ഒടിക്കാത്ത ചട്ടിയിലിട്ടൊന്ന് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലുള്ള ബാക്കിയുള്ള വെള്ളം കൂടി പോയി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് വറുത്തെടുത്താലും മതി കേട്ടോ. കൈപ്പൊക്കെ ഇവിടെ ആയി വരുമ്പോഴത്തേനും നമുക്കിവിടെ തണുത്തിട്ടുള്ള നേരത്തെ വറുത്ത് വെച്ചിട്ടില്ല, അത് മിക്സിയിലിട്ടിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് മിക്സിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ പുളിക്ക് ആവശ്യമായ പഴുത്ത പുളി ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ശർക്കരയുടെ ഒരു വലിയൊരു ശർക്കരയുടെ 1/4 ഭാഗം ഇട്ട് കൊടുക്കുക കേട്ടോ. ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചമ്മന്തി പൊടിക്ക്. അതുപോലെ തന്നെ കൈപ്പക്കയുടെ കയ്പൊന്ന് കുറഞ്ഞു കിട്ടും. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കൈപ്പക്കയിലും കൂടെ ഉപ്പിട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് തണുത്തിട്ടുള്ള കൈപ്പക്ക അതിലിട്ട് കൊടുത്തിട്ട് നന്നായി അടിച്ചെടുക്കാം കേട്ടോ. ആദ്യം വറുത്ത് വെച്ചത് പൊടിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ കൈപ്പക്ക ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നന്നായി നമുക്ക് അരഞ്ഞു കിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കൈപ്പക്കപ്പൊടി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ കൈപ്പക്കയുടെ കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. കൈപ്പക്കയ്ക്ക് കയ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് ചെയ്യാതിരിക്കരുത്. ഒരു പ്രാവശ്യങ്ങളും ഇത് ചെയ്തിട്ട് നിങ്ങളുടെ കമന്റ് ഒന്ന് അറിയിക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ അപ്പോൾ എത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.